ബെസ്റ്റ് ആണ് മുടിക്ക്. മുടി കൊഴിച്ചിൽ നല്ല കുറയും. നെല്ലിക്ക ബെസ്റ്റ് ആണ്. കുറെ മുടി ഊരി പോവാണ്, ഫുള്ള് പൊട്ടി പോവാണ്. അത് വലിയൊരു ഘടകമാണ്. സ്ട്രെസ് ഒഴിവാക്കണം. ഇന്ന് നമുക്കൊരു ഗസ്റ്റ് ഉണ്ട്. കോഴിക്കോട് കുമാരസ്വാമി ഉള്ള ലാവൻഡർ ബ്യൂട്ടി പാർലറിലെ ഒരു 10 വർഷത്തോളായി എക്സ്പീരിയൻസ് ഉള്ള സിന്ധു ചേച്ചിയാണ്. ധാരാളം കസ്റ്റമേഴ്സിന്റെ മുടി കൊഴിച്ചിൽ പൂർണ്ണമായിട്ടും നിർത്തിയ ഒരു വാർത്ത അറിഞ്ഞു ഓടി വന്നതാണ് ഞാന്. ചേച്ചി, ഇന്ന് എല്ലാവരുടെയും വലിയൊരു ആത്മവിശ്വാസത്തിന്റെ തന്നെ ഒരു പ്രശ്നമാണ് മുടി കൊഴിച്ചിൽ എന്ന് പറയുന്നത്, അല്ലെ? ഇപ്പൊ സൗന്ദര്യത്തെക്കാൾ ഉപരി ഇപ്പൊ മുടിക്കാണ് നമ്മള് സൗന്ദര്യത്തെക്കാൾ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇന്ന് പണ്ടത്തെക്കാൾ കൂടുതലായിട്ട് മുടി കൊഴിയുന്ന ഒരു കാലഘട്ടമാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ മുടി കൊഴിയുന്നത്? നല്ലൊരു ചോദ്യമാണ്. കാരണം ഇവിടെ വരുന്ന കസ്റ്റമർ മൊത്തം എന്നോട് ഇങ്ങനെ ചോദിക്കാറുണ്ട്, ചേച്ചി മുടി കട്ട് ചെയ്തിട്ട് വളരുന്നില്ല, വളരുന്ന മുടി തന്നെ ഉള്ളില്ല, തിക്നെസ് വളരെ കുറവാണ്, ഒരു ആരോഗ്യമില്ലാത്ത മുടിയാണ് വരുന്നതെന്നൊക്കെ പറഞ്ഞിട്ട്. ഒന്നാമത് എന്താ വെച്ചാല് നമ്മളെ പാരമ്പര്യം ഒരു ഘടകമാണ്. പിന്നെ നമ്മളെ ലൈഫ് സ്റ്റൈല്, പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളം, ഇതൊക്കെ ഒരു ഹെയർ ഫോളിന് ഭയങ്കര ഒരു മെയിൻ കാരണങ്ങളാണ്. പിന്നെ പാക്കുകൾ ഒക്കെ നമ്മൾ യൂസ് ചെയ്യണം മുടിയിൽ. പിന്നെ നമ്മൾ ഓവറായിട്ട് ചൂട് പറ്റിക്കുന്നത്, നമ്മളിപ്പോൾ കുളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരാഴ്ചയിൽ ഒരു 3 പ്രാവശ്യം 4 പ്രാവശ്യമൊക്കെ നമ്മൾ ഡ്രയർ വെക്കുകയാണെങ്കിൽ ഹെയർ ഫാള് നന്നായിട്ട് ഉണ്ടാവും. പിന്നെ അതായത് മുടി ഇങ്ങനെ ഡ്രയർ യൂസ് ചെയ്ത് ഉണക്കരുത്, സ്വാഭാവികമായിട്ടും ഉണങ്ങണം എന്നാണ്. നാച്ചുറലി അത് ഉണങ്ങിക്കോളും. നമ്മളിപ്പോ എവിടെയും പോവാണ്ടെങ്കിൽ ധൃതി വെച്ചിട്ട് പെട്ടെന്ന് ആരും ചെയ്യും അത്. ഡ്രയർ വീട്ടിലുണ്ടെങ്കിൽ നമ്മൾ ചെയ്തു പോകും. പക്ഷെ വീക്കെൻഡിൽ ഒരു 2 പ്രാവശ്യം ഡ്രയർ വെക്കാം. അല്ലാതെ അത് സ്ഥിരമാക്കിയാൽ അത് ഭയങ്കര മുടി കൊഴിയുന്നതിന് നല്ലൊരു കാരണമാണിത്. പിന്നെ നമ്മൾ അയണിങ് കൊടുക്കല്ലോ, ടെമ്പററി ആണെങ്കിൽ കൊടുക്കുന്നതെങ്കിൽ കൂടിയിട്ട് പരിപാടിക്കുള്ള സമയത്ത്. പക്ഷെ എന്താ പ്രശ്നം വെച്ചാല് നമ്മൾ ഈ ചുരുട്ടാനും സ്ട്രൈറ്റൻ ചെയ്യാനുള്ള അതും കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കാൻ പാടില്ല നമ്മളെ ഹെയറിൽ. ഓരോ സമയത്ത് കൊടുക്കുമ്പോൾ മുടി പൊട്ടിപ്പോവും. അല്ലെ പിന്നെ അതിനനുസരിച്ചിട്ട് അയണിങ് നമ്മൾ അത് റെഡിയാക്കി വെച്ചിട്ട് മെഷീനിൽ റെഡിയാക്കി വെച്ചിട്ട് അയൺ ചെയ്യാൻ പാടുള്ളൂ. കൂടുതൽ ഹീറ്റ് കൊടുത്താൽ നമ്മൾ ആ മുടീനെ ബാധിക്കും, മുടി മൊത്തം പൊട്ടിപ്പോവും. എല്ലാം ചെയ്യാം, പക്ഷെ കണ്ടിന്യൂസ് ആയിട്ടൊന്നും പാടില്ല. ആഴ്ചയിൽ 1-2 പ്രാവശ്യം ചെയ്യാം നമ്മളെ ഹെയറിൽ, അല്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ പാടില്ല. ഈ ഹെൽമെറ്റ് വെക്കുന്നത് വലിയൊരു പ്രശ്നമാണ്. കാരണം ഹെൽമെറ്റ് ചൂടല്ലേ, ഹെൽമെറ്റ് നമുക്ക് വെക്കാതെക്കാനും പറ്റില്ല. പക്ഷെ നമ്മൾ വണ്ടിയിൽ പോകുന്ന സമയത്ത് അന്തരീക്ഷത്തിലെ പൊടികള്, അതായത് വാഹനത്തിന്റെ പുക, ഇതെല്ലാം നമ്മളെ മുടീനെ ബാധിക്കും. നന്നായിട്ട് മുടി കെട്ടിയിട്ട് വേണം നമ്മൾ വണ്ടിയിൽ പോകാൻ. അപ്പൊ നമ്മൾ പോകുന്ന സമയത്ത്, നമ്മളിപ്പോ സ്പീഡിൽ പോകാനുള്ള സമയത്ത് നമ്മളെ മുടി ഒന്നായിട്ട് കെട്ടായിട്ട് വന്നിട്ട് കുടുക്കായിട്ട് മാറും. ആ കുടുക്ക് നമ്മൾ കോംബ് ചെയ്യുന്ന സമയത്ത്, പിന്നെ അത് മാത്രമല്ല, കുടുക്ക് ഇങ്ങനെ തീർക്കേണ്ട ചീർപ്പ് എന്താ വെച്ചാൽ നമ്മൾ പല്ലകന്ന കോമ്പുണ്ടല്ലോ, അതുകൊണ്ട് അത് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ കുടുക്ക് പോക്കാൻ വേണ്ടിയിട്ട്. അല്ലാതെ പല്ല് അടുത്തുള്ള കോമ്പ് നമ്മൾ ഉപയോഗിക്കാനേ പാടില്ല. അത് പലർക്കും അറിയില്ല, പലരും അങ്ങനത്തെ കോമ്പ് ഉപയോഗിക്കുന്നില്ല. അപ്പൊ അതൊക്കെ നമ്മളെ മുടി പൊട്ടാനുള്ള ഭയങ്കര ഒരു കാരണങ്ങളാണ് അതൊക്കെ. അത് അറിയാത്തതിനെ കൊണ്ടാണ് പലർക്കും ഇതിങ്ങനെ സംഭവിച്ചു പോകുന്നത്. പിന്നെ പാരമ്പര്യം നല്ലൊരു ഘടകമാണ്. കാരണം എന്താ വെച്ചാല് പാരമ്പര്യമായിട്ട് നമുക്ക് നമ്മളെ ഫാമിലിയിൽ ആർക്കെയും മുഴുവൻ അച്ഛൻ, അമ്മമ്മ അങ്ങനെ ആ ഒരു പാരമ്പര്യം ഒന്നും ചെയ്യാത്തവർക്ക് തന്നെ മുടി ഉണ്ടാവും. അത് പാരമ്പര്യമാണ്, പിന്നെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ നമ്മളെ ഫുഡ്, ക്യാരറ്റ് നല്ലൊരു ഇതാണ് കഴിക്കുന്നത്. വെജിറ്റബിൾസ് കഴിക്കണം. ക്യാരറ്റ്, അതായത് 1-1.5 ക്യാരറ്റ് ഡെയിലി നമ്മൾ കഴിക്കുകയാണെങ്കിൽ നല്ലതാണ് നമ്മളെ മുടി വളരാന്. അതുപോലെ തന്നെ നെല്ലിക്ക ഡെയിലി 1 വെച്ച് കഴിക്കാം. കയ്പും ഒക്കെ ഉണ്ടാവും, ആളുകൾ മടിക്കും അത് കഴിക്കാന്. പക്ഷെ ചിലവർ ഉപ്പിട്ടിട്ട്, അതായത് കുരു കളഞ്ഞിട്ട് ഉപ്പിട്ടിട്ട് മിക്സിന്റെ ജാറിലിട്ട് അടിച്ചിട്ട് ഒരു ഗ്ലാസ് ഡെയിലി കുടിക്കാനാണ്. പിന്നെ അങ്ങനെ പല കാര്യങ്ങളും മാനസികാവസ്ഥ, അതായത് സ്ട്രെസ്, മുടി അത് വലിയൊരു ഘടകമാണ്. നമുക്ക് കൂടുതൽ സ്ട്രെസ് ഉണ്ടെങ്കിൽ മുടി മൊത്തം പോകും. മുടിയിലാണ് അത് പെട്ടെന്നറിയാം, മനസ്സിലായോ? മുടിയിൽ പെട്ടെന്നറിയാം. മുടി ഇങ്ങനെ കൊഴിഞ്ഞുകൊണ്ടേയിരിക്കും. അത് നമ്മൾ തന്നെ കുറച്ചു കൊണ്ടിരുന്നൊരു കാര്യമാണല്ലോ. അങ്ങനെയൊക്കെയുള്ള പല പ്രശ്നങ്ങളും. വെള്ളം ധാരാളം കുടിക്കണം. അതായത് ഒരു ദിവസം നമ്മളൊരു ചുരുങ്ങിയത് 3 ലിറ്റർ വെള്ളം കുടിക്കണം. അതിപ്പോ സ്കിന്നിനായാലും നമ്മൾ അങ്ങനെ ചെയ്യണം. അത് കമ്പൽസറി ആയിട്ട് കുടിക്കണം. പക്ഷെ നമ്മളാരും കുടിക്കൂല. ഒരു 1-1.5 ലിറ്റർ വെള്ളത്തിൽ നമ്മൾ അവസാനിക്കും. പക്ഷെ അത് 3 ലിറ്റർ എന്തായാലും കുടിച്ചേ പറ്റൂ. ലൈഫ് സ്റ്റൈൽ മൊത്തം ചേഞ്ച് ആയിപ്പോയി ഇപ്പൊ. അതുകൊണ്ടൊക്കെ ഫാസ്റ്റ് ഫുഡ്, പിന്നെ ആർക്കും സമയവും ഇല്ല. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളല്ലേ, അതൊക്കെ നമ്മുടെ മുടിനെ സ്കിന്നിനെ ഒക്കെ ബാധിക്കും. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ഇനിയിപ്പോ നന്നായിട്ട് മുടി കൊഴിയുന്നവർക്ക്, ഈ ചില ഒരുപാട് സ്ത്രീകളുടെ പ്രശ്നമാണ്, എനിക്ക് പ്രസവത്തിന് മുന്നേ വരെ നല്ല മുടി ഉണ്ടായിരുന്നു, പ്രസവശേഷം ഒരുപാട് കൊഴിഞ്ഞു, കൺട്രോൾ ചെയ്യാൻ പറ്റണില്ല. പ്രസവശേഷം ആയാലും
ഇനിയിപ്പോ അല്ലാതെ ഒരു 10-25 വയസ്സ് തൊട്ടേ മുടി കൊഴിച്ചിൽ തുടങ്ങാറുണ്ട്. ഈ ക്ലോറിൻ വാട്ടർ യൂസ് ചെയ്യേണ്ടി അത് വരുന്നവര്. വലിയൊരു പ്രശ്നമാണ്. ക്ലോറിൻ വാട്ടർ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ മൊത്തം പോവും മുടി. നമ്മളെ കിണറിലെ വെള്ളം അതാണ് ബെസ്റ്റ്. പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് ഒരു രക്ഷയില്ലല്ലോ. പ്യൂരിഫൈഡ് വാട്ടർ ഒക്കെ വാങ്ങാൻ അത്യാവശ്യം അത് വാങ്ങി ഉപയോഗിക്കുക രക്ഷയുള്ളൂ. അത് വലിയൊരു പ്രശ്നമാണ്. പിന്നെ ഡെലിവറിക്ക് ശേഷം മുന്നേ എന്താ വെച്ചാല് നമ്മള് കുറെ വൈറ്റമിൻസ് കുടിക്കുന്നുണ്ട് ഡോക്ടറെ കാണിക്കുമ്പോൾ. അയൺ ആയാലും സിങ്ക് ആയാലും എല്ലാം നമ്മൾ കഴിക്കുന്നുണ്ട്. അപ്പൊ അത് കാരണം നമ്മളെ മുടി നന്നായിട്ട് വൈറ്റമിൻ ഡി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ കഴിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മളെ മുടി ആ ഒരു സമയത്ത് നന്നായിട്ട് വരും. പക്ഷെ ഇത് ഡെലിവറിയോട് കൂടിയിട്ട് മൊത്തം കൊഴിയും ചെയ്യും. പക്ഷെ വീണ്ടും ഡോക്ടർമാര് അത് പറയുന്നുണ്ട്, അത് കഴിക്കാൻ വേണ്ടി പറയുന്നുണ്ട്, സപ്ലിമെന്റ് കഴിക്കാൻ പറയുന്നുണ്ട്. പക്ഷെ വളരെ ചുരുക്കം പേരെ കഴിക്കുന്നുള്ളൂ. പിന്നെ അത് ലെവലാവണമെങ്കിൽ ഒരു 1 ഇയർ എന്തായാലും കഴിയും. ആ പഴയ മുടിയിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ 1 ഇയർ കഴിയും. അതിൻ്റെതായ ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അപ്പോഴും ചെയ്യുക. വെള്ളം കുടിക്കുക, വെജിറ്റബിൾസ്, അതുപോലെ ഇലക്കറികള്, മുരിങ്ങേന്റെ ഇല, ചീര, ഇതൊക്കെ നമ്മളെ ഫുഡിൽ പെടുത്തുക. പിന്നെ നല്ലൊരു എള്ള് വറുത്തിട്ട് പൊടിച്ചിട്ട് പാലിൽ കലക്കിയിട്ട് ആ ഒരു സമയത്ത് കുടിക്കുക. ഡെയിലി ഒരു ഗ്ലാസ് കുടിക്കുകയാണെങ്കിൽ നമ്മളെ മുടി നന്നായിട്ട് വളരും ആ ഒരു സമയത്ത്, ഡെലിവറി സമയത്ത്. പിന്നെ ബ്രസ്റ്റ് ഫീഡിങ് ഒക്കെ ഉണ്ടാവുന്ന ടൈമാണല്ലോ, എല്ലാം ഇതിനെ ബാധിക്കും. അപ്പൊ നമ്മൾ അതിന് തയ്യാറാവണം ഫുഡിൽ കൂടെ, അല്ലാതെ ഒരു രക്ഷയില്ല. ഒരു ശരീരത്തെ വീണ്ടും തിരിച്ചെടുക്കണം. അത് അങ്ങനെയൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു പരിധി വരെ ഇതൊക്കെ നമുക്ക് പരിഹരിക്കാം. പക്ഷെ ആർക്കും ടൈം ഉണ്ടാവില്ല ആ ഒരു സമയത്ത്, അങ്ങനെ ശ്രദ്ധിക്കൂലല്ലോ. അതുകൊണ്ടാണ് കുറെയൊക്കെ അങ്ങനെ വരുന്നത്. ഒരു വർഷം എന്തായാലും കഴിയുമ്പോഴത്തേക്ക് നമ്മളെ പഴയ മുടി തിരിച്ചു വരും ഡെലിവറി ശേഷമുള്ള. നമ്മുടെ ഹെയറിന് പറ്റുന്ന, വീട്ടിൽ നിന്ന് നല്ലപോലെ സംരക്ഷിക്കാൻ വേണ്ടി പറ്റുന്ന നല്ല ഹെയർ പാക്കുകൾ, നാച്ചുറൽ ആയിട്ടുള്ളതൊക്കെ എന്തൊക്കെയാണ്? അതെന്താ വെച്ചാല് നമ്മളെ വീട്ടിലിപ്പം അലോവേര ഉണ്ടെങ്കിൽ അലോവേര എടുത്തിട്ട് അത് കട്ട് ചെയ്തിട്ട് അതിലൊരു മഞ്ഞ പൾപ്പ് ഉണ്ടാവും, അത് നമ്മൾ ഒഴിവാക്കുക. അത് ഒഴിവാക്കി കഴിഞ്ഞിട്ട് അതിൽ വൈറ്റ് പൾപ്പ് ഉണ്ട്, അതെടുത്തിട്ട് മുട്ടേന്റെ വെള്ളയിൽ നന്നായിട്ട് മിക്സ് ചെയ്യുക മീൻസ് എന്താ പറയാ, മിക്സിന്റെ ജാറിലിട്ടിട്ട് നന്നായിട്ട് അടിച്ചിട്ട് അത് മിക്സ് ചെയ്തിട്ട് വൈറ്റമിൻ ഇ ഗുളിക ഉണ്ടല്ലോ അതും ഉറ്റിക്കുക. അതുപോലെ തന്നെ വെളിച്ചെണ്ണ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ അതിൽ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നല്ലോണം നമ്മളെ സ്കാൽപ്പില് പിടിച്ചിട്ട് നന്നായിട്ട് മസാജ് ചെയ്തിട്ട് 3/4 മണിക്കൂർ കഴിഞ്ഞിട്ട് ഷാമ്പൂല് വാഷ് ചെയ്യുക. അപ്പം തന്നെ കണ്ടീഷണർ ഇടുക. നമ്മൾ എന്ത് ഓയിൽ ഷാമ്പു ചെയ്തിട്ട് അത് പൂക്കുക തന്നെ വേണം, വാഷ് ചെയ്യുക തന്നെ വേണം. നമ്മളെ ഓയിൽ നമുക്ക് മുടിയിൽ ആവശ്യമില്ല. മുടിയിൽ അതൊരു മിത്താണല്ലോ, പണ്ടുള്ളവർ പറയുന്നേക്കാം. അത് പണ്ടുള്ളവർ അങ്ങനെ പറയും, എല്ലാ ദിവസവും നമ്മൾ എന്നും ഓയിൽ ഇടണം, അതായത് വെളിച്ചെണ്ണ തേച്ച് കുളിക്കണം എന്നൊക്കെ. അത് വെറുതെയാണ്. കാരണം വെളിച്ചെണ്ണ ആവശ്യമില്ല നമ്മളെ ഹെയറിൽ. ഉണ്ടെങ്കിൽ തന്നെ ഒരു 2 ദിവസം, വീക്കെൻഡ് ഒരു 2 ദിവസം മാത്രം അത് ഉപയോഗിച്ചാൽ മതി. അത് ഉപയോഗിച്ചാൽ തന്നെ നമ്മൾ ഷാമ്പു ഇട്ടിട്ട് നന്നായിട്ട് പൂക്കും വേണം. പൂക്കിട്ടില്ലെങ്കിൽ എന്താ പറയാ, പിന്നെ ഡാൻഡ്രഫ് ആവും. പുറത്തേക്ക് നമ്മൾ പോകുമ്പോൾ പൊടിയൊക്കെ നമ്മളെ സ്കാൽപ്പിൽ അടിക്കിട്ട് അത് ഡാൻഡ്രഫ് ആയിട്ട് മാറും. വേറൊരു കാര്യം ചോദിക്കാനുള്ളത്, ഇവിടെ നമ്മള് ബ്യൂട്ടി പാർലറിൽ വന്നാൽ ഇങ്ങനെ ഹെയർ ഫോൾ ഉള്ളവർക്കൊക്കെ ഉള്ള ഞാനിവിടെ ഹോട്ട് ഓയിൽ കൊടുക്കുന്നുണ്ട്. എല്ലാ കസ്റ്റമർക്കും ഹോട്ട് ഓയിൽ പറഞ്ഞിട്ട് ഹോട്ട് ഓയിൽ എൻ്റെ അടുത്ത് ചെയ്യാൻ വരാറുണ്ട്. പിന്നെ ഡാൻഡ്രഫ് വേണ്ടവർക്ക് അതിന്റെ ട്രീറ്റ്മെന്റ് കൊടുക്കും. പിന്നെ കെരാറ്റിന്, അതൊരു പ്രോട്ടീൻ ട്രീറ്റ്മെന്റ് ആണ്. അതുപോലെ തന്നെ ഹെയർ സ്പാ, ലോറിയലിന്റെ ഹെയർ സ്പാ ഒക്കെ ഇവിടെ വെച്ചിട്ട് ഞാൻ ചെയ്യാറുണ്ട്. അതൊക്കെ ചെയ്തു പോയാൽ തന്നെ എന്താ പറയാ, നമ്മളെ മുടി കൊഴിച്ചിലിന് എത്രയോ സമാധാനമാണ്. എൻ്റെ അടുത്ത് കസ്റ്റമർ വരലുണ്ട് അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. പിന്നെ കൂടാതെ നല്ലൊരു പാക്കാണ് മുരിങ്ങേന്റെ ഇല എടുത്തിട്ട് നന്നായിട്ട് മിക്സിയിൽ അടിച്ചിട്ട് കുറച്ച് തൈര് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ സ്കാൽപ്പിൽ പിടിച്ചിട്ട് ഇതുപോലെ തന്നെ 3/4 മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ ഷാമ്പു വാഷ് ചെയ്യുക. അതൊക്കെ നല്ലൊരു പരിധി വരെ മുടി കൊഴിച്ചില് കുറഞ്ഞ് മുടി വളരാൻ നല്ല ഫലപ്രദമായ കാര്യങ്ങളാണ്. പക്ഷെ നമ്മൾ ചെയ്യണം അത്. അപ്പൊ ആളുകൾക്ക് സമയമില്ലാത്തതുകൊണ്ട് ആരും ചെയ്യുന്നില്ല എന്ന് മാത്രം. പിന്നെ ഒരു ഇമ്പോർട്ടന്റ് കാര്യം എന്താ വെച്ചാൽ, നമ്മൾ കുളിച്ചു കഴിഞ്ഞിട്ട് അതേപടി ആ നനഞ്ഞ മുടി കോംബ് ചെയ്യാൻ പാടില്ല. അധികം ആളും കോംബ് ചെയ്യാനേ പാടില്ല. അതിങ്ങനെ ഫ്രീ ആയിട്ട് ഇട്ടിട്ട് നമ്മൾ പുറത്തേക്ക് പോകാൻ പാടില്ല. ജസ്റ്റ് ഒരു ക്ലിപ്പ് കുത്തിയിട്ട് നന്നായിട്ട് ഉണങ്ങണം. നന്നായിട്ട് മുടി ഉണങ്ങിയിട്ട് മാത്രമേ കോംബ് ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ നമ്മൾ രാവിലെ എഴുന്നേറ്റ് വന്നാല് ഈ പല്ലകലുള്ള ചീപ്പ് കൊണ്ട് നന്നായിട്ട് മുടി ചീകിയിട്ട് കെട്ട് പോക്കണം, അതായത് കുടുക്ക് പോക്കണം. എന്നിട്ട് മാത്രമേ നമ്മൾ വാഷ് ചെയ്യാൻ പാടുള്ളൂ, കുളിക്കാൻ പാടുള്ളൂ. ഇതൊന്നും ചെയ്യാതെ നേരിട്ട് നമ്മൾ കുളിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ മുടി മൊത്തം പോവും. അങ്ങനെയൊക്കെ അത് ഇത്രയും കാര്യങ്ങൾ ഇങ്ങനെ ചിലർക്ക് അറിയാത്തതിനെ കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അപ്പൊ നമ്മൾ വിചാരിക്കും എന്താ ഇപ്പൊ, പക്ഷെ അതൊക്കെ നമ്മളെ മുടീനെ ബാധിക്കും. അപ്പൊ ചേച്ചി വാല്യുബിൾ ആയിട്ടുള്ള കുറെ ഇൻഫർമേഷൻസ് ഷെയർ ചെയ്തെന്ന് താങ്ക് യു.